ഈ ആണ്ടിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഇങ്ങനൊരു ഫെലോഷിപ്പ് ദൈവം നമുക്ക് തന്നല്ലോ. പാസ്റ്റർ അനീഷ് ഓർപ്പിച്ചതുപോലെ ഇതിൽ കാണുന്ന പലരെയും മുഖപരിചയമില്ല. പിന്നെ മിക്കവാറും എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തായിരിക്കുന്നത്. തിരുവചനം സംസാരിക്കുന്ന കർത്താവദാസന്മാർക്ക് അവരെ ഒന്ന് കണ്ട് സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യണമേ എന്നും പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് അടുത്ത് പരിചയമുള്ള പാസ്റ്റർ ബിജു ജോർജ്, അദ്ദേഹത്തെ കണ്ടതിൽ വളരെ സന്തോഷം. എൻ്റെ ഒരു സ്നേഹിതനാണ്. മറ്റ് ഒക്ലഹോമയിൽ നിന്ന് പാസ്റ്റർ PS തോമസ്, അദ്ദേഹത്തിൻ്റെ പിക്ചർ കാണുന്നുണ്ട്. അങ്ങനെ ഈ ലൈനിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇതുവരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച കർത്താവദാസൻ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച ദൈവമക്കൾ, ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന പാസ്റ്റർ അനീഷ്, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ പാസ്റ്റർ എന്നെ വിളിച്ചു, ഇതുപോലെ ഒരു മെസ്സേജ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ പോകുവാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ എനിക്കൊരു സമയത്ത് മിനിസ്ട്രി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അന്നത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 മാസം ബീഹാർ, രാജസ്ഥാൻ, ഒറീസ, കൽക്കട്ട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഞാനും എൻ്റെ വൈഫുമായി കടന്നുപോയി. അവിടെ കർത്താവിൻ്റെ വേലയിൽ ഭാഗവാക്കളാകുവാൻ ദൈവ അവസരം തന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. കഴിഞ്ഞ 56 വർഷങ്ങൾ ചർച്ച് ബോർഡിലെ ഒരു പാസ്റ്ററായ സഭാ ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ കർത്താവ് അവസരം നൽകി. എൻ്റെ പ്രിയ പിതാവിനെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞേക്കാം. പാസ്റ്റർ വൈ സക്കറിയ ചർച്ച് ബോർഡിലെ ഒരു സീനിയർ പാസ്റ്ററായിരുന്നു. ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ഞാനിത് ഇന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ കയറിയത്. നിങ്ങളെ ആരെയും അധികം പരിചയമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. ഞാനും എൻ്റെ വൈഫും, ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. മൂത്ത മക്കൾ 2 പേരും പാസ്റ്റേഴ്സാണ്. ഒരാൾ ഒർലാൻഡോയിലും മറ്റേയാൾ ടെന്നസിയിലും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. മൂന്നാമത്തെ മോൻ ഡാലസിലുണ്ട്. മകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. കർത്താവ് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മെ ജയോത്സവമായി നടത്തി, ഞങ്ങളെ നടത്തി. ആ ദൈവത്തിനെല്ലാം മഹത്വവും നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും മുഖവരായി പറഞ്ഞുകൊണ്ട് അടുത്ത മിനിറ്റുകൾ തിരുവചനത്തിൽ നിന്നും നമുക്ക് ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾക്കാർക്കും വേദപുസ്തക വാക്യങ്ങൾ അത്ര പഴക്കമായിട്ട് തോന്നത്തില്ല. കാരണം മിക്കവാറും ബൈബിളിലെ വാക്യങ്ങളെല്ലാം, അവയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുകയോ നിങ്ങൾ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുണ്ട്. വാക്യങ്ങൾ പലപ്പോഴും ഒത്തിരി പഴയതായിട്ട് തോന്നാം. എന്നാൽ പ്രാർത്ഥനയോട് ദൈവസ്ഥലിരിക്കുന്ന വ്യക്തി ഏതു വാക്യം വായിച്ചാലും അതൊരു ഡെയിലി ന്യൂ ബ്രെഡാണ്. അനുദിന ജീവിതത്തിന് ദൈവം തരുന്ന ഒരു പുതിയ ദൂതാണ്, ഒരു പുതിയ മന്നയാണ്, ഒരു പുതിയ അനുഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രാവശ്യം നിങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വാക്യമായിരിക്കാം. എന്നാൽ ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനും ധൈര്യത്തിനും നമുക്കിടയാകേണ്ടതിന് ആ വേദഭാഗം വായിക്കുകയും നമുക്ക് ഒരുമിച്ച് അല്പസമയം ധ്യാനിക്കുകയും ചെയ്യാം. ഞാൻ ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യമാണ്. റഫറൻസ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ പലരുടെയും മനസ്സിൽ ആ വാക്യം വന്നു കഴിഞ്ഞു.
പത്രോസ് അവൻ എഴുതിയ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ യെസ്, സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അവൻ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. രണ്ട്, നിങ്ങൾ. ആ വാക്യം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാം. അവൻ നമ്മുടെ ദൈവം. രണ്ട്, നിങ്ങൾ. ആരായി നിങ്ങൾ? 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ നിങ്ങൾ ആരാണെന്ന് പറയുന്നു. 1-2 വാക്യം. 2-ാം വാക്യം ഞാൻ വായിക്കാം. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. ആ വാക്കുകളുടെ സമ്മറി പറഞ്ഞാൽ, അവൻ നിങ്ങൾക്കായി. നിങ്ങൾ എന്ന പദം ആരെ ഉദ്ദേശിക്കുന്നു? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാരെ ആ നിങ്ങൾ എന്ന പദം സൂചിപ്പിക്കുകയാണ്. ഇത് എല്ലാവരും വായിച്ചേച്ച് ഇതെല്ലാം എൻ്റെ ഭാരമെല്ലാം ദൈവം ചുമക്കും എന്ന് പറയുന്നതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നിയാലും, എൻ്റെയും നിങ്ങളുടെയും ഭാരം ചുമക്കുന്നത് ദൈവമാണെങ്കിൽ ഞാനും നിങ്ങളും ഈ ദൈവത്തോടൊരു ബന്ധമുണ്ടായിരിക്കണം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്നല്ല കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവമേ എന്നല്ല വിളിക്കാൻ പഠിപ്പിച്ചത്, പിതാവേ എന്ന് വിളിക്കാനാ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? അതൊരു റിലേഷനാണ്. അപ്പനും മക്കളും എന്ന ബന്ധത്തിൽ വരിക. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അരിക്കൽ വന്ന് ഒരാവശ്യം പറഞ്ഞാൽ നമ്മളത് മാക്സിമം സാധിപ്പിച്ചു കൊടുക്കുവാൻ ശ്രമിക്കും. അയൽവക്കത്തെ വീട്ടിലൊരു കൊച്ചു വന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. ഈ യാഥാർത്ഥ്യം പഠിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം നമുക്ക് മറുപടിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ റിലേഷൻ ശരിയാക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമ്മൾ പ്രാപിക്കണം. ആ കനാന്യ സ്ത്രീ കർത്താവിനേക്കൽ കടന്നു വന്നിട്ട് എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഇത് മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, നിനക്ക് ഞാൻ തരാം, പക്ഷേ നീ അതിനു മുമ്പേ എൻ്റെ മകളാകണം എന്നാണ് കർത്താവ് അവളെ ഉദ്ദേശിക്കുന്നത്. നായ്ക്കുട്ടികൾ എന്ന പദം ഉപയോഗിച്ച് അവിടെ മനസാക്ഷി ഉണർത്തി അവൾ ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ളതായ ഒരു വലിയ ആഹ്വാനമാണ് കർത്താവ് അവൾക്ക് കൊടുക്കുന്നത്. ആകയാൽ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം അറിഞ്ഞിരിക്കേണ്ടത്, മറുപടിക്കായി ദൈവം എഴുന്നേൽക്കണമെങ്കിൽ, ദൈവം കരം നീട്ടണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ റിലേഷൻഷിപ്പ് ശക്തമായി ദൈവത്തോട് പുതുക്കുവാൻ ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് അവസരമുണ്ടാകട്ടെ. ഈ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്കായി ദൈവം കരുതുന്നു. ആർക്കായി? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കരുതുന്ന വ്യക്തിയാണ്. ഇത് എഴുതിയത് പത്രോസാണ്. പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കൂ. ഏറ്റവും ഭീരുവായ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. ബാല്യക്കാലത്തിന് മുമ്പിൽ എത്ര പ്രാവശ്യം നമ്മുടെ കർത്താവിനെ തള്ളി പറഞ്ഞു. ഭീരുവായിരുന്നു. രണ്ടാമത്, ഒത്തിരി ആവലാതിയും പരാതിയുള്ള വ്യക്തിയായിരുന്നു പത്രോസ്. എങ്ങനെ അറിയാം? കർത്താവ് ഇവരെ വിളിച്ച് തൻ്റെ ശിഷ്യന്മാരാക്കിയിട്ടും കൂടെ കൂടെ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്തു കിട്ടും? ആദിയുള്ള മനുഷ്യൻ, ചിന്താകുലമുള്ള മനുഷ്യൻ, എന്തു ചെയ്യും ഞാൻ?
ഉണ്ടായിരുന്ന ജോലി വിട്ടു, ഉണ്ടായിരുന്ന പടവ് വിട്ടു, ഉണ്ടായിരുന്ന സമൂഹത്തെ വിട്ടു, ഇറങ്ങിത്തിരിച്ചു. ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കും എന്നിത്യാദി ചിന്തകൾ പത്രോസിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്തു കിട്ടും എന്ന് പത്രോസ് പല പ്രാവശ്യം ചോദിച്ചിട്ടും അന്നേരമൊന്നും കർത്താവ് മറുപടി പറഞ്ഞില്ല. സ്തോത്രം. ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, കേരളത്തിൽ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗീയ കുടുംബത്തിന്റെ അംഗമായി വിശുദ്ധ പദവിയിൽ നാം ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്താഭാരങ്ങൾക്ക് അറുതി വരുത്തി നമ്മെ സ്വസ്ഥതയിൽ, സമാധാനത്തിൽ, അനുഗ്രഹത്തിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ കരുതുന്ന കർത്താവ് നമുക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഈ സമയത്ത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആ റിലേഷൻഷിപ്പ് പുതുക്കാൻ ഈ സമയം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒത്തിരിയേറെ ചിന്താകുലങ്ങളുള്ള പത്രോസ്, നമ്മളൊക്കെ ചിന്താകുലത്തിലാക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത് നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളാണ്. പല തരത്തിലുള്ള രോഗം, ഈ ശരീരത്തിൽ എന്തെല്ലാം അസുഖങ്ങൾ, അത് നമ്മളെ ചിന്താകുലപ്പെടുത്തുന്നതാണ്. അപ്പോൾ തന്നെ സാമ്പത്തിക വിഷയങ്ങൾ, പലരും കാശ് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ മറ്റു ചിലരാകട്ടെ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരാണ്. അപ്പൊ കൂടിയാലും കുറഞ്ഞാലും ആകുലങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. അടുത്തത് സ്പിരിച്വലായിട്ടുള്ള ചിന്താകുലങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ആത്മീക ലോകത്തിൽ ഇന്ന് പലരും ആരാധനയ്ക്കും മറ്റും കടന്നു എന്നാൽ അങ്ങോട്ട് പോയതിനേക്കാൾ ചിന്താകുലമായിട്ടാണ് പലരും തിരിച്ചു വരുന്നത്. കാരണം ഉപദേശങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളുടെ കുറുക്കുവഴികൾ, തിരുവചനത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഏതൊരു മായാലോകത്തിലെത്തിച്ച് അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന പ്രവാചകന്മാർ എന്ന് പറയുന്നവർ പെരുകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരാധനയ്ക്ക് പോകുന്ന ദൈവദിനത്തിൽ പലരും ചിന്താകുലം വർദ്ധിച്ചാ വരുന്നത്. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞതുപോലെ ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് നമ്മൾ സമയമെടുത്തു കഴിഞ്ഞാൽ ചിന്താകുലം വർദ്ധിക്കില്ല. നമ്മുടെ ആകുല ചിന്തകൾക്ക് അറുതി വരുത്തി നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആരാധനയിൽ നാം കേൾക്കുന്ന തിരുവചനങ്ങൾ നമുക്ക് സഹായമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസ്, ആകുല ചിന്തകൾ അനവധി ഉണ്ടായിരുന്ന പത്രോസ് കർത്താവിന്റെ ശിഷ്യനായി തീർന്നിട്ടും ഇത് വിട്ടുമാറാതിരുന്നവനാണ്. എന്നാൽ റോമിലുള്ള ദൈവമക്കളെ കുറിച്ച് താൻ ശക്തമായി പഠിച്ചു. പത്രോസിനെ കുറിച്ചുള്ള ചരിത്രം, ഒരിക്കൽ താൻ റോമിലായിരുന്നുവെന്നും റോമിലുള്ള ദൈവജനം കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിൽക്കാൻ താല്പര്യപ്പെടാതെ ഒളിച്ച് റോം വിട്ടു പോകുന്ന വേളയിൽ വഴിമധ്യേ വെച്ച് നമ്മുടെ കർത്താവ് പത്രോസിന് വെളിപ്പെട്ടു എന്നൊരു ചരിത്രം നിങ്ങൾ പലരും വായിച്ചു കാണാം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കണ്ട പത്രോസ് ചോദിച്ചു, കർത്താവേ, അങ്ങ് എങ്ങോട്ട് പോകുകയാണ്? കർത്താവ് പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച സ്ഥാനത്ത് നിന്നും നീ ഒളിച്ചോടുകയല്ലേ, നിനക്ക് പകരം ഞാൻ റോമിലേക്ക് പോവുകയാണ് എന്നാ ചരിത്രം പറയുന്നത്. പക്ഷെ ആ സന്ദർഭത്തിൽ പത്രോസ് തിരിച്ച് റോമിലേക്ക് തന്നെ പോയി അവിടെ വെച്ച് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്നുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ പത്രോസ് റോമിലുള്ള ദൈവജനത്തിന് ആശ്വാസമായിരിക്കേണ്ടതിന് അവരോട് പറഞ്ഞു, ദൈവമക്കളെ, അഗ്നിശോധനയിൽ നിങ്ങളായിരിക്കുന്നു എന്ന് എനിക്കറിയാം. അനവധി കഷ്ടങ്ങൾ
നിങ്ങൾ സഹിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെക്കുറിച്ച് ആക്ഷേപങ്ങൾ, അപവാദങ്ങൾ, അനവധി ക്രിമിനൽ കുറ്റങ്ങൾ റോമ ഗവൺമെന്റ് നിങ്ങളുടെ മേൽ ചുമത്തിയിട്ടുള്ള യാഥാർത്ഥ്യം എനിക്കറിയാം. പക്ഷേ ഈ വിഷയത്തിലൊന്നും നിങ്ങൾ ആകുലചിത്തരാകരുത്. കാരണം നമ്മുടെ ഭാരങ്ങൾ ചുമക്കാൻ ഒരു നല്ല കരുതുന്ന കർത്താവുണ്ട്. കരയുന്ന, വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ദൈവജനം അറിയേണ്ടത്, ആരും ആശ്വാസത്തിനായി അടുത്തു വരാൻ ഇല്ലെന്ന് തോന്നിയാലും നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണോ, ഒരു ദൈവ പൈതലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേദനയിൽ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളെ ആശ്വസിപ്പിച്ച് നേർച്ച വഴിയിൽ നടത്താൻ കർത്താവിന്റെ കരുതൽ 2025 നമ്മോടൊപ്പമുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നാം ചെയ്യേണ്ടത്, നമ്മുടെ ചിന്താകുലങ്ങളെ കുറിച്ച് നാം തന്നെ ഒരു അറിവ് ശ്രദ്ധിക്കണം. ഇനി പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും, അവിടെ നമുക്കൊരു ആക്ഷൻ ഉണ്ട്, നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ഭാരം എടുത്തുകൊണ്ട് പോകാൻ ദൈവം വരുന്നില്ല, പക്ഷേ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ വാങ്ങിച്ചുകൊണ്ട് പൊക്കോളും. നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മളൊക്കെ ഇവിടെ എല്ലാ ആഴ്ചയിലും നമ്മുടെ വീട്ടിൽ ട്രാഷ് എടുക്കാൻ വണ്ടി വരുന്നുണ്ടല്ലോ. വീട്ടിനകത്ത് ട്രാഷ് ഇരുന്നാൽ എടുത്തുകൊണ്ട് പോകത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ ട്രാഷ് എടുത്ത് വെളിയിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ അതെടുത്തുകൊണ്ട് പോകാൻ ഗവൺമെന്റ് ആളിനെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഭാരങ്ങൾ ചുമന്ന് നമ്മളിങ്ങനെ കുത്തിയിരിക്കാതെ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഭാരങ്ങൾ ചുമക്കാൻ ഒരാൾ തയ്യാറാണെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത്, ഈ ഭാരം ചുമക്കാൻ തയ്യാറായിരിക്കുന്ന വ്യക്തിയെ ഏൽപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആക്ഷൻ ഒന്ന്, എന്ത് ചെയ്യണം? ഈ ഭാരങ്ങൾ നാം ചുമന്നൊഴിക്കണം. രണ്ട്, എന്താണെന്നറിയാമോ? ഈ ഭാരങ്ങൾ ചുമന്നൊഴിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. നമ്മുടെ ആക്ഷൻ ഭാരം ചുമന്നു മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ വാക്യത്തിന്റെ മുകൾ ഭാഗം നോക്കിക്കേ. അവിടെ കാണുന്നത് 5-ാം വാക്യം, അവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയാമോ? ഹംബിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുക. അതൊരു വലിയ കാര്യങ്ങളാണ്. ഒന്ന്, നാം ഭാരം ചുമന്ന് കളയാനുള്ള ആക്ഷൻ നമുക്കുണ്ടാകണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ വരണം. ഒരു തിഖാരിയെ പോലിരുന്നാൽ ഒരിക്കലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. നോക്കിയേ, ദേവാലയത്തിൽ 2 പേര് പ്രാർത്ഥിക്കാൻ പോയ ചരിത്രം നമുക്കറിയാമല്ലോ. അവിടെ എന്താ സംഭവിച്ചത്? ഒരുവൻ അടുത്തിരിക്കുന്നവന് ഭാരം വർദ്ധിപ്പിക്കുക. പരീശൻ പ്രാർത്ഥിക്കുന്നത്, ഈ നിൽക്കുന്നവനെ പോലെ ഞാനല്ലാത്തതിനാൽ ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഇവൻ ഉപവസിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നു. ഇവൻ ദശാംശം കൊടുക്കുന്നില്ല, ഞാൻ ദശാംശം കൊടുക്കുന്നു. ഇവൻ പിടിച്ചു പറിക്കുന്നു, ഞാൻ പിടിച്ചു പറിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നവന്റെ തലയിലോട്ട് ഈ ആക്ഷേപങ്ങളുടെ ഭാരം മുഴുവൻ വലിച്ചെറിയുക. ചുങ്കക്കാരന് മനസ്സിലായി, എടാ ഇവൻ പറയുന്നതെല്ലാം ശരിയാണല്ലോ, ഇതെല്ലാം ശരിയാ. ഉടൻ അവനെന്ത് ചെയ്തറിയാമോ? ഹംബിൾ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അവനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുക,
കർത്താവേ, അവൻ പറഞ്ഞതിന്റെ ആശയം ഇതാണ്. എൻ്റെ അടുത്ത് നിന്ന് അവൻ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്കിപ്പം മനസ്സിലായി ഞാൻ പാപിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറയുന്നു. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം. എനിക്കൊരു വിമോചനം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഭാരങ്ങൾക്ക് അറുതി വരാൻ, പ്രശ്നങ്ങൾക്ക് അറുതി വരാൻ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ, വാക്കിൽ മാത്രമല്ല ഹൃദയത്തിൽ വിനയത്തിന്റെ അനുഭവം കടന്നു വന്നാൽ, അങ്ങനെയുള്ള ദൈവജനത്തിന്റെ ഭാരങ്ങൾ ചുമതൊഴിക്കാൻ ശക്തനായൊരു ദൈവം നമുക്ക് കാവലായി, നമുക്ക് കൂട്ടാളിയായി, നമുക്ക് സഹായകനായി നമ്മുടെ അടുത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ രാത്രിയിൽ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചെയ്യാമോ? ദൈവസന്നിധിയിൽ വിനയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വിനയപ്പെടുക. നമ്മൾ ചിന്തിക്കേണ്ടത്, മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാമോ? ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ഭാരങ്ങൾ ചുമതൊഴിക്കുവാൻ നമുക്ക് മനസ്സ് വരുമ്പോൾ നമ്മുടെ അടുത്ത എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാമോ? നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡഡ് ആവുകയാണ്. സ്തോത്രം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ദൈവത്തിൽ നമ്മൾ വിനയപ്പെട്ടത്. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ദൈവത്തിൽ ആശ്രയിച്ചത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. ഇവൻ എന്നെ ചതിക്കുമോ, അതോ ഇവൻ എന്നെ സഹായിക്കുമോ എന്ന് വ്യക്തമായിട്ടുള്ള അറിവ് ലഭിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡഡ് ആകുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ അറിയണം, നമുക്കൊരു ആക്ഷൻ ഉണ്ട്, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴും. അനന്തരം എനിക്കെടുക്കുവാൻ വയ്യാത്ത ഭാരം ചുമന്നു മാറ്റാൻ ശക്തനായ വീര്യഭുജമുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാരങ്ങൾ ഞാൻ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ ഭാരങ്ങൾ എടുത്തു മാറ്റുകയാണ്. ഇത് പത്രോസ് പറഞ്ഞതിന് തൻ്റെ ജീവിതത്തിലൊരു അനുഭവമുണ്ട്. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യം വായിച്ച്. ലൂക്കോസ് 22-ന്റെ 31-32. പ്രൈസ് ദി ലോർഡ്. ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആ വാക്യം ശ്രദ്ധിച്ചോ? പത്രോസ് എന്താ റോമിലെ ദൈവമക്കളോട് പറയുന്നത്? ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഇത് താൻ പറയുന്നത് വെറും തിയററ്റിക്കൽ മെസ്സേജ് മാത്രമല്ല, തൻ്റെ എക്സ്പീരിയൻസ്, അനുഭവമാണ്. ഒരു ദിവസം പിശാച് നമ്മുടെ കർത്താവിനൊരിക്കൽ വന്നേച്ച് കർത്താവിനോട് പറഞ്ഞു, ഈ ഒന്നാമൻ പത്രോസ് എന്നും പറഞ്ഞൊരാള് ശിശുഗണത്തിലുണ്ടല്ലോ, അവനെ ഇങ്ങോട്ട് തരാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഗോതമ്പ് മണി പോലെ പാറ്റിത്തരാന്ന് പറഞ്ഞു. കർത്താവ് ഈ വാചകം കേട്ട് ചിന്തിച്ചു, ശരിയാ, വിട്ടുകൊടുത്താൽ അതുപോലെ ചെയ്യും. പക്ഷെ കർത്താവ് പറഞ്ഞു കേൾക്കണമോ? ശിമോനെ, നീ മിടുക്കനായിട്ട് നടക്കുന്നല്ലോ, നിന്റെ ഉള്ളിൽ ചിന്തയുണ്ടല്ലോ എല്ലാവരെക്കാളും വലിയവൻ ഞാനാണെന്ന്. എന്നാൽ പിശാച് നിന്നെ നോക്കി വെച്ച് നിന്റെ വലിപ്പം പറഞ്ഞു കേൾക്കണമോ? ഒരു ഗോതമ്പ് മണിയുടെ വലിപ്പമേ ഉള്ളെന്ന്. നമ്മളെല്ലാം അറിയണം, നമ്മളൊക്കെ വലിയ മിടുക്കന്മാരാണ്, സമർത്ഥന്മാരാണ്, ഡോക്ടറേറ്റും തിയോളജി മറ്റ് ഡിഗ്രികളും ഇതൊക്കെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ പിശാച് പലപ്പോഴും നമ്മളെ നോക്കിയിട്ട് അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു ഗോതമ്പ് മണിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. കർത്താവിനോട് ചലഞ്ച് ചെയ്യുക, ഇങ്ങോട്ട് ഈ മുറത്തിലിട്ട് പാറ്റിത്തരാൻ ഞാൻ.
പക്ഷേ കർത്താവ് അതിന് അനുവദിച്ചില്ല. അടുത്ത ദിവസം പത്രോസ് യേശുവിന്റെ അരികിൽ വന്നപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, കുഞ്ഞേ, നീ ഇന്നും എൻ്റെ അരികിൽ നിൽക്കുന്നതിന്റെ കാരണം അറിയാമോ? നീ അറിയാതെ നിനക്ക് വേണ്ടി ഞാൻ മധ്യസ്ഥ ചെയ്തു. നീ അറിയാതെ നിനക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു. ദൈവമക്കളൊക്കെ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും അറിയുന്നില്ലെന്ന് തോന്നിയാലും രാപകൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്നും ഉള്ളത് കൊണ്ടാണ് പാറ്റിക്കളയാൻ, തകർത്ത് കളയാൻ അനവധി വ്യക്തികൾ പിശാചിന്റെ പ്രേരണയിൽ അടുത്തു വന്ന് ശുശ്രൂഷയില്ലാതാക്കാൻ, ജീവിതത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടും ഇന്നും നിൽക്കുന്നതിന്റെ ഏക കാരണം നാം അറിയാതെ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇന്നും മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. പത്രോസേ, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വെച്ച് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അപേക്ഷിച്ചു. ഈ അനുഭവം പത്രോസിനെ ഉറപ്പിച്ചു. പത്രോസിന് മനസ്സിലായി, എന്നെ തകർക്കാൻ, ഇല്ലാതാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അതിനനുവദിക്കാതെ എനിക്ക് വേണ്ടി എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയപ്പോൾ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുന്ന റോമിലെ ദൈവമക്കളോട് പറയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ അനുഭവം പറയാം, എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നമുക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര നല്ല ചിന്തയാണത്, എത്ര നല്ല ആശയമാണ്. അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഭീരുവായ, അവിശ്വാസിയായി തോന്നുന്ന അനുഭവങ്ങൾ കൂടെ കടന്നുപോയിട്ടും കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും അവനോട് മനസ്സലിഞ്ഞ് അവനെ യഥാസ്ഥാനപ്പെടുത്തി മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി അനോയിന്റ് ചെയ്ത് നടത്തിയ പത്രോസ് റോമിലെ വിശ്വാസികളോട് സധൈര്യം പറയുക, ഭീരുവാകണ്ട, ഭയപ്പെടേണ്ട, ആകുല ചിന്തകളുടെ മുമ്പിൽ അടിപതറിപ്പോകണ്ട, നമുക്ക് വേണ്ടി കരുതാൻ ഒരു കർത്താവ് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ആണ്ടിന്റെ ഈ ആദ്യത്തെ മീറ്റിംഗിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് പറയാനുള്ളത്, ഇനിയും ഈ ആണ്ടിൽ പല പ്രാവശ്യം പിശാച് വരും, അവസരം കിട്ടിയാൽ പാറ്റാൻ വേണ്ടി. ആക്ഷേപങ്ങൾ പറഞ്ഞു, അപവാദങ്ങൾ പറഞ്ഞു, നിന്ദകൾ ചൊരിഞ്ഞ്, നന്മകൾ നഷ്ടമാക്കി, കൂടിരുന്നവരെ പോലും അകറ്റി മാറ്റി, ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് അപ്പവീഞ്ഞകൾ പങ്കിട്ടവരെ പോലും അകറ്റി നിർത്തി തകർക്കുവാൻ, പാറ്റുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ ദൈവകൃപയിലും വിശുദ്ധിയിൽ നിൽക്കുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളൂ, ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏത് സാഹചര്യത്തിലും. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ ദൈവജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടി കരുതുന്നൊരു കർത്താവ് ജീവിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇന്നലെ കരുതിയവർ ഇന്ന് നമ്മളെ കാണാതെ മാറി നിൽക്കുന്നവരായി മാറാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരാം. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, ജനമേ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുക. ഏത് സമയത്ത്, എല്ലാ കാലവും ജീവിതത്തിൽ അനുകൂല കാലങ്ങൾ വരും, പ്രതികൂല കാലങ്ങൾ വരും. ജീവിതത്തിൽ അമാവാസിയുടെ അനുഭവമുണ്ട്, ജീവിതത്തിൽ പൗർണമാസിയുടെ അനുഭവങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ആരൊക്കെ തകർക്കുവാൻ നോക്കിയാലും തകർക്കുവാൻ അനുവദിക്കാതെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം നമ്മെക്കുറിച്ച് കരുതലുള്ളവനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഈ വാക്യം ഈ ആണ്ടിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ കുറിച്ചിടാം. ആകുല ചിന്തകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്ത് കടന്നു വരട്ടെ, പിശാച് വെല്ലുവിളിച്ചാലും
അതിനനുവദിക്കാതെ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന, എന്നെ കുറിച്ച് കരുതുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട് എന്ന ആ വിശ്വാസത്തിൽ നാം ഉറയ്ക്കുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അറിയണം നമ്മുടെ ജീവിതം പിന്നെയും സുഗമമായി മുന്നോട്ട് പോകുവാൻ ദൈവം വഴിയൊരുക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, ദൈവസന്നിധിയിൽ വിനയപ്പെടുക. രണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുക. മൂന്ന്, ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കാരണം അവൻ നമ്മെ അറിയുന്നു. നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്നു. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ നമുക്ക് വേണ്ടി കരുതുന്നു. ഈ ചിന്തകൾ മനസ്സിൽ ഒന്നാഴ്ത്തി എഴുതിയിട്ട്, എന്തുവാകട്ടെ, എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല. കോരഹപുത്രന്മാർ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയ വേളകളിൽ അവര് അനവധി സങ്കീർത്തനങ്ങൾ എഴുതി. അതിലൊന്നാണ് 46-ാം സങ്കീർത്തനം. അതിന്റെ ആദ്യ വാക്യം എന്താ പറയുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. അടുത്ത വാക്കാണ് ഏറ്റവും സന്തോഷം. കഷ്ടങ്ങളിൽ ആ ദൈവമുണ്ടല്ലോ ഏറ്റവും അടുത്ത തുണയാണ്. നോക്കണേ, ഒത്തിരി തുണകൾ നമുക്കുണ്ട്, പക്ഷേ ഏറ്റവും അടുത്ത തുണ ദൈവം മാത്രമാണ്. കോവിഡ് വന്നപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി. ആരുമെടുത്തു വരാൻ ആരുമില്ലാതിരുന്നപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നത് നേഴ്സാണോ ഡോക്ടറാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ ഏതോ ഏലിയൻസ് വന്ന് നിൽക്കുന്നത് പോലെ നമ്മുടെ അടുക്കൽ വന്നു നിന്നവർ ആരാണെന്ന് അറിയാതിരുന്നപ്പോഴും അടുത്ത് വന്ന് ആശ്വസിപ്പിക്കാം. കുഞ്ഞെ, നീ ഭയപ്പെടേണ്ട, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെയുണ്ട്. ലോകം വെറുത്താലും, ലോകം മറന്നാലും, അപ്പൻ മറന്നാലും, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. കാരണം എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ് നീ. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ഉറപ്പ്. അതാണ് നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് ദൈവജനം, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ദൈവം നമ്മെക്കുറിച്ച് കരുതുന്നവനാണ്. അവന്റെ സകല അതുകൊണ്ട് നമ്മുടെ സകല ചിന്തകളും ആകുലങ്ങളും എന്ത് ചെയ്യുക? ദൈവത്തെ ഏൽപ്പിക്കുക. നിന്റെ ഭാരം യഹോവയെ ഏൽപ്പിക്കുക. അത് നിവർത്തിക്കാൻ ശക്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. പെരുവെള്ളം ഇരച്ചു വരട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങട്ട്, ഭൂമി ഇളകട്ട്, പ്രതിസന്ധികൾ വർദ്ധിക്കട്ടെ, ആ സമയത്ത് ഞാനും നിങ്ങളും ആകുലചിത്തരായിട്ട് മാറും. അതെല്ലാം മനുഷ്യരിലുണ്ട് കേട്ടോ, ആകുലചിത്തരായിട്ട് മാറും. എന്നാൽ ദൈവമക്കൾ അറിയണം, നമ്മുടെ ഭാരങ്ങൾ ചുമക്കാൻ ഒരു അത്താണി നമുക്കുണ്ട്, ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിടൂ. കാരണം ആ ദൈവം നമ്മെ കുറിച്ച് കരുതുന്നവനാണ്. എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ കാക്കയെ നോക്കിക്കേ, ആ കുരുവികളെ നോക്കിക്കേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. നോക്കണം, നിങ്ങൾ ആ ചേറ്റിൽ നിൽക്കുന്ന താമരയെ നോക്കിക്കേ, എത്ര സൗന്ദര്യമുള്ളതാണ്. ആരാ ഇതിനെ മേക്കപ്പ് ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് പോലും എനിക്ക് വിചാരമുണ്ടെങ്കിൽ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനുഭവങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. സ്നേഹിക്കും, സഹായിക്കും, അടുത്തു നിൽക്കും എന്നൊക്കെ നമ്മൾ പലരെ കുറിച്ച് ചിന്തിച്ചിട്ട് അവരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയില്ലേ? അവരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയില്ലേ? എന്നിട്ട് നമ്മൾ എങ്ങനെയാ നിൽക്കുന്നതെന്നറിയാമോ? നാം അറിയാതെ നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, താവേ, അവൻ എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്,
ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ, ബലപ്പെടുത്തണമേ, താങ്ങണമേ എന്ന് പറഞ്ഞ് പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ട് ഇന്ന് വരെ നമ്മളെ പിടിച്ചു നിർത്തിയ ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ വിനയപ്പെട്ടാൽ അനുഗ്രഹങ്ങളുടെ മാർഗങ്ങൾ ഇനിയും നമ്മുടെ അടുക്കൽ കടന്നു വരിക ചെയ്യും. ഈ അനുഗ്രഹങ്ങൾ വ്യക്തിപരമായി നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. എന്റെ വാക്കോടെ ഞാൻ അവസാനിപ്പിക്കാം. അവർ ആറ്റിറ്റ്യൂഡ് humble the presence of God. Our action, നാം തന്നെ ഇത് ചുമക്കണ്ട, ഇത് ചുമക്കാൻ നമ്മുടെ കർത്താവുണ്ട്. ഇട്ടുകൊടുക്കൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എക്സ്പീരിയൻസ്, ഇന്നലെ നമ്മളെ കരുതുവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മെ കരുതുവനാണ്. അതാണ് പത്രോസിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇന്നലെയും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് അൺചേഞ്ചബിൾ ആണ്, അനന്യനാണ്. ഈ കർത്താവിൽ ശരണപ്പെടാം, ഈ കർത്താവിൽ ആശ്രയിക്കാം, ഈ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈ കർത്താവ് ഒരിക്കലും വിളിച്ചിട്ട് വഴിയിൽ ഇട്ടിട്ട് പോകുകയില്ല. നമുക്ക് ഈ വാക്യം ഒന്ന് ആവർത്തിച്ച് പറയാം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിന്റെ മേൽ ഇട്ടുള്ളൂ. പത്രോസ് ഒരിക്കൽ ഭീരുവായിരുന്നു. ആ ഭീരുവായ പത്രോസ് ദൈവസാനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയപ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഭയം കൂടാതെ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളോട് ഈ തള്ളിപ്പറഞ്ഞ കർത്താവിനെ ഉയർത്തിപ്പറയാൻ തനിക്ക് സാധിച്ചത് ദൈവാശ്രയത്തിന്റെ പ്രത്യേകതയും ദൈവത്തിന്റെ കരുതലുമാണ്. ദൈവമക്കളെ, ഈ വചനങ്ങൾ നമ്മളെ ജീവിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. എനിക്ക് തന്ന സമയം ഇവിടെ തീരുന്നു. അതുകൊണ്ട് വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്കൊന്നുകൂടെ ആശ്രയിക്കാം ദൈവത്തിൽ. എന്നെക്കുറിച്ച് കരുതുന്നൊരു കർത്താവുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന പാസ്റ്റർ അനീഷിനോട് പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ളൊരു ദൈവവചനമായി പുതിയ വർഷത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ദൈവവചനമാണല്ലോ നമ്മൾ കേട്ടത്. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളൂടെ പറഞ്ഞതിന് ശേഷം ബിജു ജോർജ് എന്ന ആ ദൈവദാസനെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ദയവായി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ആകുല ചിന്തകളിൽ ഇരിക്കുന്നവരാണ്. പാസ്റ്റിനെ കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ ആകുല ചിന്തകൾ, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച്, 3 കാലങ്ങളെക്കുറിച്ചും ആകുല ചിന്തകളോട് നമ്മൾ ഇരിക്കുകയാണ്. ആകുല ചിന്തകൾക്കാണ് അതിനാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങൾക്കായി കരുതും. എന്നാൽ ഈ പത്രോസ് ഒരു സമയത്ത് വളരെ ആകുല ചിന്തയോടുകൂടെ ഇരുന്ന ആളാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കർത്താവിനോട് കൂടെ നടക്കുമ്പോഴും ഈ അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണുമ്പോഴും അന്നേരം ചോദിക്കുന്നത് എന്തുവാ, ഞങ്ങളുടെ ജോലിയെല്ലാം വിട്ട വള്ളവും വലയൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താ കിട്ടാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എത്ര കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും പത്രോസ് അതാ ചോദിച്ചത്. എന്നാൽ ആ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ പത്രോസ് പറയാൻ, ഇനി എനിക്ക് യാതൊരു ആകുല ചിന്തകളുമില്ല. ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞതിനെക്കുറിച്ചോ ഇപ്പോഴത്തതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പിന്നീട് കർത്താവിൻ്റെ ആ വിനയ മനോഭാവത്തോടുകൂടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിയുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുന്നെങ്കിൽ വിനയ മനോഭാവത്തോടു കൂടെ മാത്രമേ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ ദൈവത്തിൽ പരിപൂർണമായിട്ടുള്ള ആശ്രയമുള്ളവരായിട്ട് നമുക്ക് ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ നമുക്ക് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന വാക്യമാണെങ്കിലും ഒരു പുതിയ മാനത്തോടുകൂടി, ഒരു പുതിയ മനോഭാവത്തോടുകൂടെ ഈ വാക്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവെ, ഞങ്ങളുടെ ആകുല ചിന്തകളൊക്കെ നിന്റെ മേലിട്ട് വിശ്വാസമുള്ളവരായി, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ല, ആ സ്വർഗസ്ഥനായ പിതാവേ, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് യാചിച്ചാലും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകും. എന്നാൽ നമ്മുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടെ അങ്ങനെ നമ്മൾ യാചിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞല്ലോ,
പിശാച് നിന്നെ ഈ ഗോതമ്പ് മണി പോലെ നമ്മുടെ ഈ നെല്ലിന്റെ മങ്ക് നമുക്ക് അറിയാം, അങ്ങോട്ട് പാറ്റി കഴിഞ്ഞാൽ കാറ്റത്ത് പറന്ന് അങ്ങ് പോവുകയാണ്. അതുപോലെ ഒരു മങ്ക് പാറ്റി കളയുന്ന പോലെ പാറ്റി കളയാനായിട്ടാണ്, എങ്ങും ഇല്ലാതാക്കി കളയാൻ, പറപ്പിച്ച് കളയാനായിട്ടാണ് സാത്താൻ നോക്കുന്നത്. എന്നാൽ കർത്താവ് അതിനെ അനുവദിക്കാതെ ഇങ്ങനെ നമ്മളെ പരിരക്ഷിച്ച് നമ്മളെ സംരക്ഷിച്ച് കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ നിലനിൽക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ആ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം, കർത്താവെ നീ ഞങ്ങളെ പരിരക്ഷിക്കുന്നു. എന്നാൽ ആ കർത്താവിന്റെ ഹിതപ്രകാരം വിനയമുള്ളവരായിട്ട് നമ്മുടെ ആകുല ചിന്തകളൊക്കെ കർത്താവിന്റെ മേൽ സമർപ്പിച്ച് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് കർത്താവിൽ നമുക്ക് നിലനിൽക്കാം. കർത്താവിന്റെ ദാസന് എത്ര മനോഹരമായിട്ട് ഈ 40 മിനിറ്റ് അല്ല, ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടായെങ്കിലും നല്ലതായിരുന്നു. നമുക്കതിന് സാവകാശമില്ലല്ലോ. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തുടർന്നും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആദ്യമായിട്ട് ഈ പ്രയർ ലൈനിൽ വന്ന എല്ലാവരെയും ഷിക്കാഗോ പ്രയർ ലൈനിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 7 ദിവസവും ഇതേ സമയത്ത് തന്നെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. അമേരിക്കയിലെ സമയം തിങ്കളാഴ്ച വൈകിട്ട് നമുക്ക് തമിഴ് മീറ്റിംഗ് ആണ്, വെള്ളിയാഴ്ച വൈകിട്ട് ഹിന്ദി മീറ്റിംഗ് ആണ്, ബാക്കി 5 ദിവസവും മലയാളം മീറ്റിംഗ് ആണ്. ഇതേ സമയം ഇതേ ലിങ്കിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമയമുള്ളപ്പോൾ, സാവകാശമുള്ളപ്പോൾ ദയവായി ഈ മീറ്റിംഗിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ കൈത്താങ്ങൽ നൽകാൻ ഞാൻ നേരെ സൂചിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ഈ പ്രയർ ലൈനിൽ തിരുവചനം സംസാരിക്കുന്ന ദേവദാസന്മാർക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ പ്രയറിലും പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസൻ ജോൺസൺ സക്കരയോടുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.